പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടും അതിലുപരി പ്രതീക്ഷയോടും കൂടെ ഇന്ന് പകല് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് ഇടപെടുന്ന ഒരു പകൽക്കാലമായിരിക്കട്ടെ. യഹോവ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടല്ലോ. അതുകൊണ്ട് നമുക്കവനെ സ്നേഹിപ്പാനിടയായിത്തീരുന്നു. ചില പ്രതികൂലത്തിൻ്റെ കാഠിന്യമേറുമ്പോൾ നമ്മൾ ചില സമയത്ത് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്, വ്യത്യസ്തമായ ചില പ്രാർത്ഥനകളുണ്ട്. അത് ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയാകാം, നിലവിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, സങ്കടത്തിൽ കഴിക്കാറുള്ള പ്രാർത്ഥനയുണ്ട്, ആഴത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് തേങ്ങലുകളായി മാറാറുണ്ട്. ശബ്ദം പുറത്തു വരാതെ കണ്ണ് പ്രാർത്ഥിച്ച പോലെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചങ്കുപൊട്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. നമ്മളെല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചതും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നാ. കാരണം അവർക്കറിയാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ തീർന്നു പോകും. പ്രാർത്ഥനയാണ് നമ്മളെ മുൻപോട്ട് നയിക്കാനുള്ള ഊർജ്ജമെന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനയാണെന്നും അവർക്ക് മനസ്സിലായി. എന്നാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തില് മറ്റൊരു വ്യത്യസ്തമായ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയുടെ ഒരു പ്രാർത്ഥന, മോശ കൈനീട്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. മോശ കൈനീട്ടിയ സ്ഥലത്ത് ഒരു വഴിയില്ലാതിരുന്ന ഒരു സ്ഥലത്താണ് മോശ കൈനീട്ടിയത്. പക്ഷെ അവിടെ ഒരു വഴിയുണ്ടായി. മോശ കടലിന്മേൽ കൈനീട്ടി, ചുമ്മാതെ ഒരു വഴിയല്ല. മോശ ദൈവത്തിന് മുമ്പിൽ കൈനീട്ടിയപ്പോൾ മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുണ്ടായി, കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. വെള്ളം തമ്മിൽ വേർതിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. കർത്താവിന് മുമ്പിൽ കൈ നീട്ടിയപ്പോൾ ദൈവം ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ചു. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭാരമേറിയ വിഷയത്തില്, തലമുറയുടെ ആയിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ചില വലിയ വിഷയമായിക്കോട്ടെ, ഡിപ്രഷനായിട്ടിരിക്കുമായിരിക്കാം. ആ പ്രതിസന്ധി നമ്മളെ തകർക്കുമെന്നും അതിനെ മാറ്റാൻ ദൈവം ചില കിഴക്കൻ കാറ്റടുപ്പിക്കും. ചുമ്മാതെ ഒരു വഴിയല്ല, നിങ്ങൾക്ക് മുൻപോട്ട് പോകാനാകുന്ന വിധത്തിൽ വഴി കാട്ടാൻ കർത്താവ് മുൻപേ പോകും. ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതും മാറ്റാൻ കൈയുയർത്തിയുള്ള പ്രാർത്ഥന ആവശ്യമാണ്. മോശ കൈയുയർത്തി പിടിച്ചപ്പോൾ ചില പ്രതിസന്ധികൾ വഴി മാറി. കടൽ പോലെയുള്ള ചില പ്രശ്നങ്ങൾ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിധി എഴുതിയ ചില വിഷയങ്ങൾ മോശ കൈയുയർത്തി പിടിച്ചതിന് താഴെയാണ് ദൈവം വഴി ഉണ്ടാക്കിയത്. നമ്മുടെ മുൻപിൽ കടൽ പോലെയുള്ള കാണുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ചു. മുൻപോട്ട് പോകാൻ തടസ്സമായി നിന്നതിനെ പുറകോട്ട് മാറ്റി. അതിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നുണ്ട്, കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി യാത്ര ചെയ്ത്. എങ്ങനെയാണ് കടൽ ഉണങ്ങുന്നത്? തമ്പുരാൻ നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ചെയ്യുമെന്നേ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി കർത്താവ് ചിലത് ബ്ലോക്ക് ചെയ്യും. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് പിടി കിട്ടണമെന്നില്ല. കർത്താവ് അങ്ങനെയാണ്. തമ്പുരാൻ നമ്മെ ചെളിയിൽ കൂടെ നടത്താനല്ല വിളിച്ചിറക്കിയത്. കടലോടമുള്ള പ്രശ്നങ്ങളെ കണ്ട് ഇന്ന് പകൽ ഭാരപ്പെടേണ്ട. ചിലത് കർത്താവ് ബ്ലോക്ക് ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ പുതുവഴി തുറക്കാൻ വേണ്ടിയതാ. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും കർത്താവ് അനുഭവിച്ചിട്ടാ പലതും നമ്മൾ അനുഭവിക്കുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ മോശ കൈനീട്ടി പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ ചില വഴികൾ തുറക്കും. ദൈവം തരുന്നതും ശ്രേഷ്ഠമായ വഴികളാ. ഇസ്രായേൽക്കാരെ വഴി നടത്തിയ ദൈവം നമുക്ക് മുൻപായി കടന്നു പോകും. ദൈവം നമുക്ക് വേണ്ടി ചില കിഴക്കൻ കാറ്റ് അയക്കുമെന്നേ. മോശ കൈ നീട്ടിയ സ്ഥലത്ത് ഒരു വഴി ഉണ്ടായതുപോലെ ഈ നാളുകളിൽ നമുക്കും ദൈവം ചില വഴികളെ മുൻപിൽ, ചില തടസ്സമായ ചില വഴികളെയൊക്കെ മാറ്റി ശ്രേഷ്ഠമായ ചില വഴികൾ നമുക്ക് മുൻപിൽ കർത്താവ് തുറന്നു തരട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഭാരമേറിയ ചില വിഷയങ്ങൾ, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികളും ചില വേദനകളും നമ്മളെ വല്ലാതെ അലട്ടുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാതെ ഇരിക്കുമ്പോൾ, വിശേഷമായിട്ട് ഈ ദിവസങ്ങളിൽ മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ മുൻപിൽ അടഞ്ഞു നിൽക്കുന്ന ചിലതിനെ, എൻ്റെ സാഹചര്യം പ്രതികൂലമായ ചിലതിനെ, പ്രതിസന്ധിയായ ചിലതിനെ ഇന്ന് പകല് കർത്താവെ മോശ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ കരങ്ങൾ സ്വർഗ്ഗത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭാരമേറിയ ചില വിഷയത്തിന്, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഇന്ന് പകല് നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ദിവസങ്ങളിൽ നമുക്ക് മോശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച് ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠമേറിയ ആ വഴികൾക്കായി കാത്തിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.